കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രവാചകൻ്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല. യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും, നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നിൻ്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന് വചനം പറയുന്നു. നാം എന്നും വിചാരിക്കും നമ്മുടെ ദുഃഖം എന്ന് തീരും, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടങ്ങൾക്കൊരു അറുതി എന്ന് വരും, എൻ്റെ ഈ കടഭാരം എന്ന് മാറും. ഇങ്ങനെ പല തരത്തിൽ ഇന്ന് മനുഷ്യൻ ദുഃഖത്തിലാണെന്ന്. പക്ഷേ ഈ വചനം എന്ത് പറയും? നിൻ്റെ ദുഃഖ ദിവസങ്ങൾ മാറിപ്പോകുമെന്ന് പറയുന്നു. നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ ഇനി മങ്ങുകയുമില്ല എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, സൂര്യൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. അത് ഒരു ദിവസവും ഇനി മങ്ങുകയില്ല, അല്ലെങ്കിൽ മറഞ്ഞു പോകുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് ലോകത്തെ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടത ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. പ്രിയ ദൈവഭദ്ര, നാം ഈ ലോകത്തിലിരിക്കുമ്പോൾ ഒന്നു മാറി നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരിക തന്നെ ചെയ്യും. പക്ഷേ നീതിயின் സൂര്യനായ യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിപ്പോകുവാൻ, അല്ലെങ്കിൽ കഷ്ടതയിലും സന്തോഷിക്കുവാൻ, അല്ലെങ്കിൽ നഷ്ടത്തിൽ കൊണ്ടാടുവാൻ, അല്ലെങ്കിൽ ആ ഒരു നഷ്ടത്തെ ലാഭമാക്കി തീർക്കുവാൻ, ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാം. അത് നമുക്ക് അനുഗ്രഹമായിട്ടും മനസ്സമാധാനത്തും ഇരിക്കും. നമ്മുടെ ദുഃഖ ദിവസങ്ങൾ മാറിപ്പോകുവാൻ ദൈവം കൃപ ചെയ്യും. പ്രിയ ദൈവ പൈതലേ, നാം ഇവിടുത്തെ ആ ഒരു കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് നാം ദൈവസന്നിധിയിൽ പോകുമ്പോഴവിടെ സൂര്യൻ ഇരുണ്ടു പോകുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെളിച്ചത്തിന് ഒരിക്കലും മങ്ങലേൽപ്പിക്കുന്ന സൂര്യന് പകരം കർത്താവിൻ്റെ കുഞ്ഞാട്ടിൻ്റെ മുഖത്തിലുള്ള പ്രകാശത്തിൽ നാം ജീവിക്കുമ്പോൾ അവിടെ ഒരിക്കലും ആ പ്രകാശത്തിന് ഏൽക്കുന്നില്ല. പ്രിയ പൈതലേ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട് എന്ന്. അപ്പോൾ എന്നാലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചു എന്ന്. അപ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിൽ നിന്ന് നമുക്ക് ഈ ലോകത്തെയെ ജയിക്കാനുള്ള ഒരു ശക്തിയും കൃപയും കിട്ടും. നമ്മുടെ ദുഃഖ ദിവസങ്ങൾ മാറിപ്പോകുകയും ചെയ്യും. ദൈവം നമ്മളെ നടത്തും. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ കരഞ്ഞും വിലപിച്ചും മാത്രം ഇരിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവവചനത്തിൽ വിശ്വസിപ്പാനും സന്നിധിയിലോട്ട് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവ് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവ് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, അപ്പോൾ ദൈവമേ, നിൻ്റെ ദുഃഖനാட்கள் കർത്താവ് ദൈവം തീർന്നു പോകുമെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദുഃഖകാലങ്ങൾ തീർന്ന് കർത്താവിൽ തന്നെ ഞങ്ങൾ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളും ഈ ലോകത്തെ ജയിക്കും, ഞങ്ങളും ഈ കഷ്ടതകളെ ജയിക്കും, ഞങ്ങൾ ഈ ദുഃഖത്തിൽ നിന്ന് വെളിയിൽ വരുമെന്ന് ഓരോരുത്തരും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ പറയുവാൻ തക്കവണ്ണം ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവ് അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.